ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്സ്. ഇവിടെ നമ്മൾ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x = 2x + 18. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 3x, ഈ 2x LHSലോട്ട് വരുമ്പോൾ -2x ആവും, = 18. 3x - 2x is x = 18. ഇനി നമുക്ക് x = 18 എന്ന വാല്യൂ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3x = 2x + 18. 3 × 18 = 2 × 18 plus 18. 18 into 3 = 8 3s are 24. 4 here, 2 up. 1 3s are 3. 3 plus 2 is 5. ഇവിടെ നമുക്ക് LHSൽ 54 എന്ന് കിട്ടിയിട്ടുണ്ട്. RHS സോൾവ് ചെയ്യാം. 2 times 18 is 36 plus 18. 36 plus 18. 6 plus 8 is 14. 4 here, 1 up. 1 plus 3 is 4. 4 plus 1 is 5. 54. അപ്പോൾ നമുക്ക് RHSലും LHSലും 54 എന്ന് കിട്ടി. LHS = RHS, hence verified. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5t - 3 = 3t - 5. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. 5t, 3t LHSലോട്ട് വരുമ്പോൾ -3t ആയി മാറും, = -5. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3 ആയി മാറും. ഇനി 5t - 3t. 5 - 3 is 2. 2t = -5 + 3 is -2. t = -2/2. 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -1 എന്ന ആൻസർ കിട്ടും. ഇനി ഈ -1 നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5t - 3 = 3t - 5. 5 × -1 - 3 = 3 × -1 - 5. 5 × -1 is -5 minus 3 = 3 × -1 is -3 minus 5. -5 -3 is -8 = -3 -5 also -8. LHS = RHS, hence verified. മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം നമുക്ക്. 5x + 9 = 5 + 3x. വേരിയബിൾസ് ഉള്ള ടേമെല്ലാം LHSലോട്ട് കൊണ്ടുവരാം. 5x, 3x ഇങ്ങോട്ട് വരുമ്പോൾ -3x ആവും, = 5. 9 RHSലോട്ട് പോകുമ്പോൾ -9 ആയി മാറും. 5x - 3x is 2x, = 5 - 9 is -4. x = -4/2. 4ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. 4ൽ 2 2 times, 2ൽ 2 1 time. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ x = -2 എന്നാണ്. അതിനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5x + 9 = 5 + 3x. 5 × -2 + 9 = 5 + 3 × -2. 5 × -2 is -10 plus 9 = 5 plus 3 × -2 is -6. -10 plus 9 is -1, = 5 plus -6 is -1. LHS = RHS, hence verified. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4z + 3 = 6 + 2z. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 4z - 2z =
6. ഈ 3 RHSലോട്ട് വരുമ്പോൾ -3 ആയി മാറും. 4z minus 2z is 2z equals to 3. z equals to 3/2. ഇനി നമുക്ക് zന്റെ ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4z plus 3 equals to 6 plus 2z. 4 into 3/2 plus 3 equals to 6 plus 2 into 3/2. ഇവിടെ നമുക്ക് 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 4ൽ 2 ടൈംസ്, 2ൽ 2 1 ടൈം. ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവുന്നു. അപ്പോൾ 2 into 3 is 6 plus 3 equals to 6 plus 3. 9 equals to 9. LHS equals to RHS, hence verified. അടുത്തത് നോക്കാം നമുക്ക്. 2x minus 1 equals to 14 minus x. x ടൈംസ് എല്ലാം LHSലോട്ട് എഴുതാം. 2x minus x plus x ആയി മാറും. ഈക്വൽസ് ടു 14 minus 1 plus 1 ആയി മാറും. അപ്പോൾ 2x plus x equals to 3x equals to 14 plus 1 is 15. x equals to 15/3. നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ x ഈക്വൽസ് ടു 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x minus 1 equals to 14 minus x. 2 into xന് പകരം 5 എഴുതാം. minus 1 equals to 14 minus 5. 2 into 5 is 10. 10 minus 1 equals to 14 minus 5 is 9. 10 minus 1 is 9. 9 equals to 9. നമ്മുടെ LHSഉം RHSഉം ഈക്വൽ ആയി കിട്ടി. അപ്പോൾ ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. 8x plus 4 equals to 3 into x minus 1 plus 7. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 8x plus 4 equals to 3 into x is 3x. 3 into minus 1 is minus 3 plus 7. 8x plus 4 equals to 3x minus 3 plus 7 is plus 4. ഇനി നമുക്ക് x ടൈംസ് എല്ലാം LHSലോട്ട് എഴുതാം. 8x minus 3x equals to 4. ഈ പ്ലസ് 4 RHSലോട്ട് പോകുമ്പോൾ -4 ആയി മാറും. 8x minus 3x is 5x equals to 4 minus 4 is 0. So x equals to 0. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8x plus 4 equals to 3 into x minus 1 plus 7. 8 into 0 plus 4 equals to 3 into 0 minus 1 plus 7. ഇവിടെ നമ്മൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 8 into 0 is 0 plus 4 equals to, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 3 into 0 is 0 minus 3 into 1 is 3 plus 7. 0 plus 4 is 4 equals to -3 plus 7. 4 equals to -3 plus 7 is 4. അപ്പോൾ നമ്മുടെ LHS equals to RHS. Hence verified. X equals to 4/5 x plus 10. ആദ്യം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. x into 5 is 5x equals to 4 into x plus 10. 5x equals to, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 4 into x is 4x plus 4 into 10 is 40. ഇനി x ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് കൊണ്ടുവരാം. 5x minus 4x equals to 40. ഈ 4x LHSലോട്ട് വരുമ്പോൾ -4x എന്നായി മാറി. 5x minus 4x is x equals to 40. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് x ഈക്വൽസ് ടു 4/5 ഇൻറ്റു എക്സ് പ്ലസ് 10. ഇവിടെ എക്സ് ഉള്ള പ്ലേസിലെല്ലാം നമുക്ക് 40 എന്ന് എഴുതാം. അപ്പോൾ
40 equals to 4 by 5 into 40 plus 10. Cross multiply ചെയ്യാം. 40 into 5 equals to 4 into 40 plus 10 is 50. 40 into 5 is 200 equals to 4 into 50. 200 equals to 4 into 50 is also 200. അപ്പോൾ നമ്മുടെ LHS equals to RHS, hence verified. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2x by 3 plus 1 equals to 7x by 15 plus 3. x ടൈംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. 2x by 3 minus 7x by 15 equals to 3. ഈ പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി മാറും. അടുത്ത സ്റ്റെപ്പിൽ 2x by 3 minus 7x by 15 equals to 3 minus 1 is 2. എല്ലാ ടേംസിനെയും നമുക്ക് 15 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15 into 2x by 3 minus 15 into 7x by 15 equals to 15 into 2. ഈ ഫ്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താണ് 15 തന്നെ ചൂസ് ചെയ്തത്? 3യുടെയും 15ന്റെയും LCM ആണ് 15. അതുകൊണ്ടാണ് നമ്മൾ 15 എടുത്തത് കേട്ടോ. അപ്പോൾ 15ഉം 3യും കൂടെ കട്ട് ചെയ്യാൻ ഇവിടെ 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം. അതുപോലെ തന്നെ ഈ 15ഉം ഈ 15ഉം കട്ടായിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ 5 into 2x is 10x മൈനസ് ഇവിടെ 15ഉം 15ഉം ക്യാൻസൽ ആയിട്ട് 7x മാത്രമാണ് ബാക്കിയുള്ളത്. അതെഴുതാം. ഈക്വൽസ് ടു 15 into 2 is 30. 10x minus 7x is 3x equals to 30. x equals to 30 by 3. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. 30ൽ 3 10 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ x ഈക്വൽസ് ടു 10 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. 2x by 3 plus 1 equals to 7x by 15 plus 3. 2 into 10 by 3 plus 1 equals to 7 into 10 by 15 plus 3. 20 by 3 plus 1 equals to 70 by 15 plus 3. ഇനി 20 by 3 മൈനസ് ഈ 70 by 15 LHSലോട്ട് കൊണ്ടുവരാം. 70 by 15 ഈക്വൽസ് ടു 3 പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി മാറും. ഇനി നമുക്ക് ഈ സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 20 by 3 minus 70 by 15 equals to 3 minus 1 is 2. ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5 ഇൻറ്റു 5. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20 into 5 is 100 by 3 into 5 is 15 minus 70 by 15 equals to 2. 10 minus 70 is 30. 30 by 15 equals to 2. Cross multiplication ചെയ്യാം. 30 equals to 2 into 15. 30 equals to 30. അപ്പോൾ LHSും RHSും ഈക്വൽ ആയല്ലോ. LHS equals to RHS, hence verified. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2y plus 5 by 3 equals to 26 by 3 minus y. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ 2y മൈനസ് y പ്ലസ് y ആയി മാറും. ഈക്വൽസ് ടു 26 by 3 മൈനസ് 5 by 3. 2y പ്ലസ് y ഈസ് 3y ഈക്വൽസ് ടു ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യാം. 26 മൈനസ് 5 ഈസ് 21 by 3. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3y ഇൻറ്റു 3 ഈക്വൽസ് ടു 21. 3y ഇൻറ്റു 3 ഈസ് 9y ഈക്വൽസ് ടു 21. y ഈക്വൽസ് ടു 21 by 9. നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 21ൽ 3 7 ടൈംസ്, 9ൽ 3 3 ടൈംസ്. അപ്പോൾ y ഈക്വൽസ് ടു 7 by 3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y plus 5 by 3 equals to 26 by 3
minus y. 2 into 7 by 3 plus 5 by 3 equals to 26 by 3 minus 7 by 3. 2 into 7 is 14. 14 by 3 plus 5 by 3 equals to 26 by 3 minus 7 by 3. എല്ലാ ഡിനോമിനേറ്റേഴ്സും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പ്ലസും മൈനസും ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. 14 plus 5 is 19. 19 by 3 equals to 26 minus 7 is also 19. 19 by 3. അപ്പോൾ നമുക്ക് LHS equals to RHS എന്ന് കിട്ടിയിട്ടുണ്ട്. Hence verified. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3m equals to 5m minus 8 by 5. നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 3m minus 5m equals to negative 8 by 5. 3m minus 5m is negative 2m equals to negative 8 by 5. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പോൾ 2m equals to 8 by 5 എന്ന് കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2m into 5 equals to 8. 2m into 5 is 10. 10m equals to 8. m equals to 8 by 10. 8ഉം 10ഉം നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 8ൽ 2 4 times, 10ൽ 2 5 times. അപ്പോൾ നമുക്ക് m equals to 4 by 5 എന്ന ആൻസർ കിട്ടും. ഇനി ഇത് നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3m equals to 5m minus 8 by 5. 3 into 4 by 5 equals to 5 into 4 by 5 minus 8 by 5. 3 times 4 is 12. 12 by 5 equals to 5 4s are 20. 20 by 5 minus 8 by 5. 12 by 5 equals to 20 minus 8 is 12 by 5. LHS equals to RHS, hence verified. അവർക്ക് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത സൊല്യൂഷനായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.